പഴങ്ങളുടെ രാജാവായ മാമ്പഴത്തിൻ്റെ റീലാണിത്. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണാണ്. அது இமாயத்து. மாங்காயிலே நிறைய வெரைட்டி இருக்கு. இமாயத்து, பைகன்பள்ளி, செந்துரா, மல்லிகா, அல்ஃபோன்சோ, தசேரி. என்ன ரேட் இதெல்லாம்? எல்லாமே இப்போ வந்து ஸ்டார்டிங் எல்லாமே ரேட் அதிகமாக இருக்கு. இமாயத்து வந்து 300, பைகன்பள்ளி 200, ஓகே, செந்துரா 150, ஓகே, மல்லிகா 200, அல்ஃபோன்சோ 250, ದಶೇರಿன்றது 200. ಇವಾಗ ಸೀಸನ್ ಸ್ಟಾರ್ಟ್ ಆಯ್ತು, ಇನ್ನೂ ಕೊಂಚ ಕಮ್ಮಿ ஆகணும். இன்னொரு 15 நாள் போயிச்சா எல்லா வெரைட்டியும் கம்மி ஆகுது. இன்னும் கொஞ்சம் ரேட் கம்மி ஆகும். ஆமா, பழம் எல்லாமே நல்லா இருக்கும். எல்லாமே വെറൈറ്റിயான പഴം. താങ്ക് യു. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ സ്റ്റാർട്ടായിട്ടുള്ളൂ. അത് കാരണം കുറച്ച് റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷെ നല്ല മാമ്പഴമാണ് കേട്ടോ. ഇനിയും കുറേ മാമ്പഴം വരാനുണ്ട്. കുറേ സ്റ്റാളുകളൊക്കെ ഇവിടെ ഓപ്പൺ ആവാനുണ്ട്. ഈ സ്ഥലം നമ്മുടെ ടി വി സ്റ്റേഷൻ, ബാംഗ്ലൂർ ടി വി സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിലാണിത്. ഇത് എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം കുറച്ച് സ്ഥലം മാറിയിട്ടുണ്ട്, അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് നോക്കാട്ടോ. നല്ല സൂപ്പർ മാമ്പഴം കിട്ടും. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ച് വില കൂടുതലായിരിക്കും. ഇനി ഒരു മാസമൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഈ പറഞ്ഞ റേറ്റിൻ്റെയൊക്കെ പകുതി വിലക്ക് കിട്ടും കേട്ടോ. പിന്നെ മാമ്പഴം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴമാണല്ലോ. മാമ്പഴത്തിന് ശരിക്കും പറയാം കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് പറയണത്. ഇത് ചക്കരക്കുട്ടിയാണ് കേട്ടോ, ചെറിയ മാങ്ങ, ചക്കരക്കുട്ടി എന്ന് പറയില്ലേ, അതാണ്. അങ്ങനെ പല വെറൈറ്റി മാമ്പഴങ്ങളുണ്ട്. അപ്പോൾ മാമ്പഴപ്രേമികൾക്കും പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇപ്പോൾ സീസൺ, മാമ്പഴത്തിൻ്റെ സീസണിൽ വരുന്ന പഴമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. മറക്കാണ്ട് ആ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ബാംഗ്ലൂർ ടി വി സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ.